ക്രിക്കറ്റിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിൽ നടക്കുന്ന ആദ്യ T20 ഇന്ത്യ മാച്ച് നിലയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതായിരുന്നു. അഭിഷേക് ശർമ്മ 3 ബൗണ്ടറിയൊക്കെ അടിച്ച് 14 ബോളിൽ നിന്ന് 19 റൺസ് എടുത്ത് പുറത്തായി. ഗില്ല് 20 പന്തിൽ നിന്ന് 37 റണ്ണും സൂര്യ 24 പന്തിൽ നിന്ന് 39 റൺസും എടുത്ത് മാച്ച് നിലയിൽ ഇന്ത്യനെ ബാറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് 2 തവണ മഴ പെയ്തു. ആദ്യ തവണ ഒന്ന് മഴ ചെറുതായിട്ട് പെയ്ത് അരമണിക്കൂർ കളി മുടങ്ങി. 18 ഓവറായിട്ട് വെട്ടിച്ചുരുക്കിയാണ്. പിന്നെ സൂര്യൻ ഗില്ലിങ്ങനെ അടിച്ച് 97 നിൽക്കുമ്പോൾ വീണ്ടും മഴയെത്തി. പിന്നെ കളി വീണ്ടും പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല. കളി ഉപേക്ഷിച്ചു. ഇനി അടുത്ത കളി 31-ന് 1:45 അടുത്ത കളി. ടോസ് വീണ്ടും ഇന്ത്യക്ക് നഷ്ടമായി. മിച്ചൽ മാഷ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മെൽബണിൽ വെച്ചാണ് അടുത്ത കളി. 1:45 മത്സരം. മെൽബണിനും നേരിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വെതർ റിപ്പോർട്ടുണ്ട്. ആ കളി ഇതുപോലെ മഴയിൽ ഒലിച്ചു പോകാതിരിക്കേണ്ടത്. ഇന്ത്യക്ക് മികച്ച സ്റ്റാർട്ടാണ് അഭിഷേക് ശർമ്മയും ഗില്ലും കൂടെ കൊടുത്തത്. അത് അഭിഷേക് ശർമ്മ 19 നിൽക്കുമ്പോൾ ടിം ഡേവിഡ് ക്യാച്ച് എടുത്ത് പുറത്തായി. 3 ബൗണ്ടറി ഒക്കെ അടിച്ച് നല്ല സ്റ്റാർട്ട് അഭിഷേക് ശർമ്മയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ സൂര്യ തുടക്കം ഇച്ചിരി മോശമാക്കിയാലും സൂര്യ ഫോമിലേക്ക് എന്ന് തോന്നിയപ്പോഴാണ് മഴ വന്നത്. സൂര്യക്ക് വളരെ നിർണായകമായ പരമ്പരയാണ് ബാറ്റ്മാൻ എന്ന നിലയിൽ. ജില്ലിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നത് ഒരു വാർത്ത വരുന്നുണ്ട്. എത്രത്തോളം സത്യമാണ് എന്നൊന്നും അറിയില്ല. പിന്നെ റിങ്കു സിംഗിനെയും കുൽദീപ് യാദവിനെയൊന്നും കളിപ്പിച്ചിട്ടില്ല. ഇംഗ്ലണ്ടിനോട് കളിച്ച സെയിം 11 തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പം നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.